അമ്മയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നം, അതായത് സിനിമയിൽ അമ്മ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് പോലീസ് നടപടിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും മാനസിക പീഡനം നേരിട്ടു എന്ന പരാതിയുമായി ആഭ്യന്തരമന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ് നടി അൻസിബ ഹസൻ. ലക്ഷ്മിപ്രിയയുടെ വ്യാജ പരാതിയിൽ പോലീസിൽ നിന്നും കൊടിയ മാനസിക പീഡനം നേരിട്ടു എന്നാണ് അൻസിബ പറയുന്നത്. തൃപ്പൂണിത്തുറ വനിതാ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി. നമസ്കാരം സാവിച്ചേട്ടാ, ഞാൻ ഭയങ്കര മാനസിക വിഷമത്തിലാണ്. എന്നെ ഒരുപാട് ദ്രോഹിച്ചു, ഉപദ്രവിച്ചു, എന്നെ മെൻ്റൽ ഹരാസ് ചെയ്തു. ലക്ഷ്മിപ്രിയ എനിക്കെതിരെ നൽകിയൊരു വ്യാജ പരാതിയുടെ പേരിൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ രേഷ്മ 3 മണിക്കൂർ ഹരാസ് ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് എല്ലാം അതുപോലെയൊക്കെ തന്നെ പെരുമാറിയത്. പിന്നെ ഒരു ASI ഉണ്ടായിരുന്നു വനജ, അവരൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. എന്നിട്ട് എനിക്കിതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യലി കംപ്ലൈൻറ്റ് അയച്ചത്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നുണ്ട്. സഹിൻ, തനിക്ക് നീതി നിഷേധമുണ്ടായി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും നീതി നിഷേധമുണ്ടായി എന്ന കാര്യം തുറന്ന് സമ്മതിക്കുന്നു അൻസിബ. അടുത്ത നീക്കം എന്താണ്? സേതു, അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് തന്റെ പരാതി ബോധിപ്പിക്കാൻ തന്നെയാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ആഭ്യന്തരമന്ത്രിയെ നേരിൽ കാണാൻ തന്നെ അൻസിബ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വലിയ മാനസിക പീഡനം താൻ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രേഷ്മ എന്ന് പറയുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അവരെ മാനസികമായി ഹറാസ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതി. ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ 3 മണിക്കൂറോളം തന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും തന്നെ തന്നോട് വളരെ മോശമായാണ് പെരുമാറിയത്. ഇതുവരെയും തനിക്ക് അത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അൻസിബ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് പരാതി പറയാൻ അൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അൻസിബ മറ്റൊരു ആവശ്യം അമ്മ താരസംഘടനയുമായി ബന്ധപ്പെട്ട് വെച്ചിരുന്നു. തൻ്റെ പരാതി കേൾക്കുമ്പോൾ അത് ഒരു പ്രത്യേക നിഷ്പക്ഷ സമിതിയെ രൂപീകരിക്കണമെന്നുള്ളത് രമേശ് പിഷാരടി, ഒപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി തുടങ്ങിയ 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിഷ്പക്ഷ സമിതി വേണമെന്നുള്ളത്. എന്നാൽ ആ ആവശ്യം പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് അമ്മയുടെ പ്രാഥമിക വിലയിരുത്തൽ. ഇന്നലെ നടത്തിയ കൂടിയാലോചനയിൽ അങ്ങനെ വേണ്ട, ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മുന്നിൽ അൻസിബ പരാതി പറയട്ടെ, തെളിവുകൾ ഹാജരാക്കട്ടെ, അതിനുശേഷം ആവശ്യമെങ്കിൽ ഒരു നിഷ്പക്ഷ കമ്മിറ്റിയെ രൂപീകരിക്കാമെന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ നടൻ ടിനി ടോമിനെതിരെ കൂടുതൽ പരാതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. സേതു.